യാസറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസിൽ ഷിബില പരാതി നൽകിയെങ്കിലും അക്കാര്യത്തിൽ കൃത്യമായ അല്ലെങ്കിൽ സമയോചിതമായ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ട മുൻ പഞ്ചായത്ത് അംഗം വർഗീസ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. താങ്കളാണ് ഇടപെട്ടത്, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്ന രീതിയിൽ ഒരു പങ്ക് വഹിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്? അന്ന് സംഭവിച്ചതോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ? ഈ കുട്ടീനെ ഇവർ വിവാഹം ചെയ്തു കൊടുത്തതല്ല, ഇവിടുന്ന് അവന് കൂട്ടിപ്പോയതാ. എന്നുവെച്ചാൽ വേറൊരു ഭാഷ പറഞ്ഞാൽ ചാടിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെ അവർ ജീവിച്ചിരുന്നു. പിന്നെ കുട്ടിയായപ്പോൾ പിന്നെ ഒക്കെ ഇങ്ങോട്ടൊക്കെ വന്ന് ബന്ധം നന്നായി, എല്ലാവരും വരവ് പോക്കുമൊക്കെ തുടങ്ങി. പക്ഷേ ഇവൻ അന്നും ഈ മയക്കുമരുന്നിൻ്റെ ആളാണ്. അപ്പോൾ ഇവൻ്റെ പീഡനങ്ങളുണ്ട്. പക്ഷേ കുട്ടിക്ക് പറയാൻ മേല, കാരണം മാതാപിതാക്കളെ അനുമതിയില്ലാതെ ഇവിടുന്ന് പോയ കുട്ടിയാണല്ലോ. അപ്പോൾ വീട്ടിൽ പരാതി പറയാൻ കഴിയാത്ത ഒരു വിഷമം കുട്ടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് കടുത്തെന്തോ പ്രയോഗം ചെയ്തു. അത് അവനും എന്നോട് സംസാരിച്ചപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കൂടിപ്പോയി എന്ന് തോന്നുന്നു. അതോടുകൂടി ഇവള് ഭയപ്പെട്ട് പിന്നെ പോകുന്ന ഇവിടെ വന്ന് താമസം തുടങ്ങി മാസങ്ങളായി. അപ്പോൾ അവന് ഇവിടെ കൂട്ടിക്കൂട്ടി പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പള്ളി കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ ബന്ധുവായിട്ടുള്ള ഒരു മജീദ്, ഒരു വാർത്താ രംഗത്തുള്ള ഒരു മജീദുണ്ട് പരപ്പുമ്പയിൽ, അവന് എൻ്റെ ബന്ധുവാണ്, ഇവരുടെ ബന്ധുവാണ്. അവനോട് പോയി പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഇവരെ രണ്ടുപേരെയും കൂട്ടരെയും വിളിച്ചിട്ട് താക്കീത് ചെയ്യുകയും ഒരു മാസം, ഈ നോയമ്പ് മാസം എന്ന രൂപത്തിലാണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് പോവുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട എന്ന് ഇവന് താക്കീതും കൊടുത്തിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല. അത് വലിയ വികാരം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നോട് ഇവനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ വരാതെ നിന്നപ്പോൾ ഇവളുടെ തുണിയെടുത്ത് അവൻ കത്തിച്ചു ഷിബിലേറ്റ്. എന്നിട്ട് അത് പോസ്റ്റ് ഇട്ടു. അത് ഞാനും കണ്ടു. അപ്പോൾ ഇവർക്കൊരു ഭയം വന്നു. ഈ ആധാർ കാർഡും SLC ബുക്കും ഒക്കെ ഉണ്ട്, അതും കത്തിക്കുമെന്നു. അന്നേരം ഇവർ എൻ്റെ അടുത്ത് വരുന്നത് അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. ഞാൻ ഇവൻ്റെ ഉമ്മേനെ വിളിച്ച്, ഈ തൊട്ട വീട്ട് താമസക്കാരായിരുന്നു, എനിക്ക് അടുത്ത ആളുകളല്ലേ, വിളിച്ചിട്ട് പിള്ളേരുടെ പ്രശ്നം ഒരു നല്ല നിലയ്ക്ക് പോകണമല്ലോ, പരിഹരിക്കണമല്ലോ എന്നൊക്കെ കൂടി പറഞ്ഞ് അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവൻ രാത്രി ഒരു 8 മണിയായപ്പോൾ വന്നു. അപ്പോൾ വന്നപ്പോഴേ അവൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ വിളിച്ചെന്തിനാന്ന് എനിക്ക് അന്നേരം തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തുണിയും സാധനങ്ങളും ഞാൻ പറഞ്ഞു, നിൻ്റെ കുട്ടിയല്ലേ, ബന്ധം വേറിട്ട് പോയാൽ പോലും കുട്ടി നിൻ്റെയാണല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അന്നേക്ക് ആ തുണിയൊക്കെ എടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുക്കൂല, വേണ്ട, പോലീസ് 1 മാസത്തെ നിരോധനം പറഞ്ഞിട്ടുണ്ട്. നീ അത് അങ്ങനെ നിന്നോട്ടെ, നീ തുണി എൻ്റെ കൂടെ തന്നാൽ മതി, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഈ തുണിയൊക്കെ ഇങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞൊരു നല്ല ബന്ധം വന്നെങ്കിലോ എന്ന് ഞാനിങ്ങനെ അഭിപ്രായവും പറഞ്ഞു. അവനും അതിനൊന്നും വഴങ്ങിയില്ല. ഞാൻ അതിന് നിൽക്കൂലെന്ന് പറഞ്ഞു. ഞാൻ നിൽക്കൂലെന്ന് പിന്നെ അവനിങ്ങനെ കുറേ കഥകളൊക്കെ എന്നോട് പറഞ്ഞു, 1 മണിക്കൂർ നേരത്തെ. പിന്നെ അത് നിർത്താതെ വന്നപ്പോൾ പിന്നെ നമ്മൾ തന്നെ നിർത്തിച്ച് ഈ വിവരം ഞാൻ അവിടെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. രാവിലെ ഇവിടെ വന്ന് അവൻ സാധനം തരൂല എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കുട്ടീനെ വിടണം. വിടുക എന്ന് പറയുന്നത് ഒരു പ്രായോഗികമല്ല എന്നിപ്പോൾ പറഞ്ഞു അബ്ദുറഹ്മാനും. അപ്പോൾ അതേ തുടർന്ന് ഞാനിവിടെ വന്ന് പോയി പുറകെ അവനിവിടെ വന്നു. അവൻ പറഞ്ഞു തുണിയും ഇതൊക്കെ തന്നേക്കാന്ന് പറഞ്ഞു. ഈ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, തുണിയൊക്കെ തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു വിവരം ഞാൻ അറിഞ്ഞു. പക്ഷെ തുണി, ഈ സാധനങ്ങളും വസ്ത്രങ്ങളും കിട്ടിയോ എന്നുള്ളത് പിന്നെ അറിഞ്ഞില്ല. പിറ്റേ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് അവനിവിടെ വരുന്നു, ആധാർ കാർഡും ഇതൊക്കെ കൊടുക്കുന്നു. അത് കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ ഈ ഹസീന തള എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈങ്ങാപ്പുഴയാണ്. അപ്പോൾ അവനിവിടെ വന്നിട്ടുണ്ട്. അവൻ ആ ലോണിൻ്റെ കാര്യമൊക്കെ ഒന്ന് തീരുമാനമാക്കണമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഈങ്ങാപ്പുഴ, അതൊക്കെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ നിന്ന് എന്തോ ഒരു ചർച്ച ഉണ്ടായോ എന്ന് ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞ് ഇവനിവിടെ നിന്നങ്ങോട്ട് പോയിട്ട് പിന്നെ ഇവന് 7:30 ആണ് ഈ കത്തിയൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ചർച്ച ഒന്നുമില്ല, കയറിയ ആക്രമണമാണ് ഉണ്ടായത്. നിങ്ങൾ തമ്മിൽ ഈ മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ ഇവൻ എന്തൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞു? അവൻ പറഞ്ഞത്, ഞാൻ കല്യാണം ഇവരെനിക്ക് കഴിച്ചൊന്നല്ലല്ലോ, ഞാൻ ഇവിടെ കൂട്ടിപ്പോയതല്ലേ,
ഞാനിവർ കൂട്ടി പോകുന്നതിന് 4 വർഷം മുമ്പേ ഇവളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ഇപ്പം ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ അധ്വാനിക്കുന്ന മുഴുവൻ ഇവർക്ക് വേണ്ടി ചെലവിട്ടതാണ്. എൻ്റെ വീട്ടിലേക്കൊന്നും കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് ഞാൻ എന്താ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാവുക? എനിക്ക് ഒരു ജീവിതം വേണ്ടേ എന്ന ഒരു രൂപത്തിലുള്ള ഒരു വർത്താനം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവന് സ്വത്തുക്കളൊന്നും കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. അവന്റെ ആവശ്യം ഇപ്പോൾ അവന്റെ കൂടെ പോവുക എന്നുള്ളതാ. ഷിബില മറുവശത്ത് എന്താ പറഞ്ഞിരുന്നത്? അവളെ ഞാൻ നേരിട്ട് സംസാരിച്ചില്ല. വാപ്പനും ഉമ്മനുമായിട്ട് സംസാരിച്ചോളൂ. പക്ഷെ അവൾക്ക് പോകാൻ താല്പര്യമില്ല. കാരണം പീഡനം സഹിക്കാൻ വയ്യാതെ. അവെന്താ വെച്ചാൽ പീഡനം ഇവിടെ പറയാൻ പറ്റൂലല്ലോ. കാരണം ഇവർ കെട്ടിച്ചു വിട്ട് ഇറങ്ങിപ്പോയതാണല്ലോ. അപ്പോൾ അവൾ സഹിച്ചു നിന്ന് അവസാനം കടുകൈ എന്തോ വന്നപ്പോഴാണ് അവൾ ഇറങ്ങിപ്പോകുന്നത്. ലഹരിക്കടിമയായിരുന്നു. അത് പറയാനില്ല. ഇത് റാക്കറ്റാ. ഈ ബാക്കി നാടെങ്ങനെയാന്ന് എനിക്ക് ഓർമ്മയില്ല. പുതുപ്പാടിയുടെ പല അങ്ങാടികളിലും സന്ധ്യയായി കഴിഞ്ഞാൽ 10-15 വയസ്സിന് മുകളിലേക്കുള്ള ചെറുപ്പക്കാർ അവരിങ്ങനെ വന്ന് കൂടുകയാണ്. അവർ ആ ഒരു രൂപത്തിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ വലിയ റാക്കറ്റ് ഉണ്ട് ഇവിടെ. ഈ പണമൊക്കെ വല്ലാതെ ഊർത്തടിക്കുന്നുവെന്നും ഈ പരാതിയിലുണ്ടായിരുന്നു ഷിബിലയുടെ, അല്ലേ? ഈ പണയം വെക്കുന്നു, അതൊക്കെ ഉണ്ട്. കടം വാങ്ങിയൊക്കെ ചെലവഴിക്കുന്നു, അതുണ്ട്. അങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ഉണ്ട്. ചർച്ചകളൊന്നും ഫലം കണ്ടില്ല. ഞാൻ അവസാനം അവനോട് പറഞ്ഞു, അവനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സംഗതി തീരുമാനമാവില്ല അവനെ ഞാൻ വിട്ടുവന്നു. എന്തായാലും ഇരുപക്ഷവും തമ്മിലുള്ള തർക്കങ്ങൾ അതേ രീതിയിൽ തന്നെ തുടർന്നു. ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാത്ത ഒരു സാഹചര്യവും എത്തി. ഇതിനൊടുവിലാണ് സർട്ടിഫിക്കറ്റുകൾക്ക് നൽകാനായി ഇന്നലെ എത്തുകയും സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു. അതിനുശേഷം രാത്രിയിൽ സലാം ചൊല്ലി പിരിയാം എന്ന് പറഞ്ഞ ശേഷമാണ് വീട്ടിലേക്ക് രാത്രി വീണ്ടും എത്തുകയും ഇത്ര വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് മുൻ പഞ്ചായത്ത് അംഗം ഈ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച ആൾ സാക്ഷ്യപ്പെടുത്തുന്നത്.